വാർത്തകളിലേക്ക് വിശദമായി. പത്തനംതിട്ട കോന്നി ചെങ്കളം പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറ ഇടിഞ്ഞു വീണു. ഓപ്പറേറ്ററും സഹായിയും ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു. ജാർഖണ്ഡ് സ്വദേശികളാണ് ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, എന്താണ് അപകടത്തിന്റെ വിവരങ്ങൾ? കൃഷ്ണരാജ്, കഴിഞ്ഞ 4 മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. കോന്നി പയ്യനാമണ്ണുള്ള ചെങ്കളം പാറമടയിലേക്കാണ് ഹിറ്റാച്ചിയിൽ അവിടെ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്ററും സഹായിയുമാണ് ഈ പാറ ഇടിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ബീഹാർ സ്വദേശിയും ഒരു ഒഡീഷ സ്വദേശിയുമാണ് ഇപ്പോൾ ഈ പാറയ്ക്ക് ഉള്ളിൽ കിടക്കുന്നത്. അങ്ങോട്ടേക്ക് ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം അതിസങ്കീർണമാക്കി മാറ്റുന്നത്. മണിക്കൂറുകളായി ഇപ്പോൾ ശ്രമകരമായ ദൗത്യത്തിലാണ് 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘവും പോലീസും നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ രക്ഷാപ്രവർത്തനം അതിവേഗത്തിലാക്കി. ഒഡീഷ സ്വദേശിയായ അജയ് റായ്, ബീഹാർ സ്വദേശി മഹാദേവ് എന്നിവരാണ് ഇവർ. ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്ററും സഹായിയുമാണ്. ഇവർ രണ്ടുപേരുമാണ് മണിക്കൂറുകളായി ഈ പാറയ്ക്ക് അടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള തീവ്രമായിട്ടുള്ള ശ്രമമാണ് മണിക്കൂറുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും സങ്കീർണമാക്കുന്നത് ഈ ഭാഗത്തേക്ക് ഈ പാറ കൂടുതലായി ഇടിഞ്ഞു വീണ് കിടക്കുന്നത് കൊണ്ട് ഈ ഹിറ്റാച്ചി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇവർ കുടുങ്ങിക്കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. രക്ഷാപ്രവർത്തകർക്ക് കൂടുതലായി എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കീർണമാക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തെ. ജീവനോടുകൂടി തന്നെ ഇവരെ തിരികെ എത്തിക്കുന്നതിനുള്ള രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഈ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ധാരാളം പാറമടകൾ ഉള്ളതാണ്. പാറമടകളുടെ പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്ന പ്രദേശമാണ് ഈ കോന്നിയിലെ പയ്യനാമണ്ണും പരിസര പ്രദേശങ്ങളും. ഇതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് വലിയ ഉയരമുള്ള കീഴ്ക്കാം തൂക്കായ ഒരു പാറയുടെ ഭാഗമാണ്. അവിടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ദൃശ്യത്തിൽ കുറേ പേർ നിൽക്കുന്നുണ്ട്. അതിൻ്റെ എതിർദിശയിൽ നിന്നാണോ ഈ ഹിറ്റാച്ചി വന്നതെന്ന സംശയവുമുണ്ട്. കാരണം വാഹനങ്ങൾ വരാനുള്ള വഴി അതാണെന്നാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണരാജ്, നേരത്തെ തന്നെ ഇവിടെ ഈ പാറമടയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹിറ്റാച്ചി ഇവിടേക്ക് എത്തിച്ചതാണ്. നേരത്തെ മുൻ സമയത്ത് നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഹിറ്റാച്ചി എത്തിയിരിക്കുന്നത്. മറ്റു വാഹനങ്ങൾക്കോ ആളുകൾക്കോ എന്നും എത്തിപ്പെടാൻ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു സ്ഥലവുമാണ് പ്രദേശവുമാണ് അവിടെ. ഏറ്റവും ബുദ്ധിമുട്ടേറിയ രീതിയിൽ മാത്രമാണ് അവിടേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. തൊഴിലാളികൾ മാത്രമാണ് ഈ പ്രദേശത്തേക്ക് അവരുടെ ജോലിയുടെ ഭാഗമായി എത്തുകയും ചെയ്യുന്നത്. നേരത്തെ ഹിറ്റാച്ചി എത്തിക്കുകയും ചെയ്ത് അങ്ങനെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്, അവിടുത്തെ പാറമടയിലെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പാറ വലിയ രീതിയിൽ അവിടെ ഈ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയും ഹിറ്റാച്ചിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്ന ഈ 2 ആളുകൾ, ബീഹാർ സ്വദേശിയും ഒഡീഷ സ്വദേശിയും ഇതിനുള്ളിൽ അകപ്പെട്ടു പോവുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, കഴിഞ്ഞ മണിക്കൂറുകളായി നേരിടുന്ന പ്രശ്നം, ഇവിടേക്ക് എത്തുന്നതിനുള്ള ഒരു സഞ്ചാരപാത ഇല്ല എന്നുള്ളതാണ്. കൂടുതൽ പാറകൾ, അതായത് മിഥുൻ, ഈ ഹിറ്റാച്ചിയും ഈ 2 പേരും എങ്ങനെ ഈ ഭാഗത്തെത്തിയെന്ന് ഓർക്കുമ്പോൾ അതിശയം തോന്നുന്നു. കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന് എത്താൻ വഴിയില്ല എന്നാണല്ലോ പറയുന്നത്. ഒരുപക്ഷെ കൂറ്റൻ പാറക്കഷ്ണങ്ങൾ ഹിറ്റാച്ചിക്ക് മേൽ പതിച്ചത് കൊണ്ട് അവിടേക്ക് എത്താനുള്ള പ്രയാസമായിരിക്കാം. എങ്കിലും ഇവർ ഇതെങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നതല്ലേ അതിനേക്കാൾ അതിശയിപ്പിക്കുന്നത്. കൃഷ്ണരാജ്, ഈ ഭാഗത്തേക്ക് എത്തുന്നതിന് വേണ്ടി, ഈ പണി നടക്കുന്ന പ്രദേശത്തേക്ക് ഈ പാറമടയുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു സഞ്ചാരപാതയുണ്ട്. ആ ഭാഗത്തേക്കാണ് കൃത്യമായി തന്നെ ഈ ഹിറ്റാച്ചി എത്തിച്ചത്. അത് നേരത്തെ മുൻകൂട്ടി എത്തിച്ചതാണ്. എല്ലാ ദിവസവും അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. അതിനുവേണ്ടി എത്തിച്ചിരിക്കുന്ന ഹിറ്റാച്ചിയാണത്. ആ ഹിറ്റാച്ചിയിലേക്ക് ഈ 2 ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ കൃത്യമായി എത്തുകയും രാവിലെ മുതൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേകം സഞ്ചാരപാതയുണ്ട്. അവിടേക്ക് എത്തുന്നു. ഹിറ്റാച്ചി അവിടെ സ്ഥിരമായി തന്നെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നതാണ്, അവിടെ ഇട്ടിരിക്കുന്നതാണ്. ആ ഹിറ്റാച്ചിയിലേക്ക് ഇവരെത്തുകയും പണി നടത്തുകയും എല്ലാ ദിവസത്തെയും പോലെ ഇന്നും അവിടുത്തെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ആയിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ആ ഭാഗത്തേക്ക് ഈ സഞ്ചാരപാതയിലേക്ക് ഈ ഹിറ്റാച്ചി നേരത്തെ മുൻകൂട്ടി എത്തിച്ചിരിക്കുന്ന ഈ ജോലിക്കാർ അവിടെ എത്തുന്ന ആ സഞ്ചാരപാതയിൽ കൂടുതൽ മേഖലകളിലും ഈ പാറ ഇടിഞ്ഞ് തകർന്ന് കിടക്കുന്നു എന്നുള്ളതാണ്. പാറ ഇടിഞ്ഞു വീണപ്പോൾ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ചീളുകളാണ് ഈ ഭാഗത്ത് തകർന്ന് അടിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ സഞ്ചാരപാതയിൽ നേരത്തെ ഹിറ്റാച്ചി എത്തിച്ച ആ സഞ്ചാരപാതയിലൂടെ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ള വലിയ സങ്കീർണമായ പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഹിറ്റാച്ചി മുകളിലേക്ക് പാറകൾ ഇടിഞ്ഞു വീണിരിക്കുന്ന പ്രദേശത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് ഒരു വിധത്തിലും എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുർഘടമായിട്ടുള്ള കാര്യവും. അതുകൊണ്ട് ഇനി അവിടെ കൂടുതൽ ഹിറ്റാച്ചികളോ അല്ലെങ്കിൽ മറ്റ് JCB സംവിധാനങ്ങളോ ഒക്കെ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ കാലതാമസം. ഈ ഫയർഫോഴ്സും പോലീസും ഒക്കെ എന്താണ് പറയുന്നത് മിഥുൻ?
വേഗത്തിൽ തന്നെ ഈ ആളുകളെ രണ്ടുപേരെയും പുറത്തേക്ക് എടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ, തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സിൽ നിന്നും പോലീസിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിവരം. കൂടുതൽ സാങ്കേതിക ഉപകരണങ്ങൾ, JCB അടക്കമുള്ള സാധന സാമഗ്രികൾ ഇവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നെല്ലാം പറയുന്നു. അതിനിടയിൽ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. അനധികൃതമായിട്ടാണ് ഇവിടെ ഈ കോറി പ്രവർത്തിക്കുന്നത്, അതിന് കൃത്യമായ ലൈസൻസ് ഇല്ല, സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെയാണ് തൊഴിലാളികളെ ഇവിടെ എത്തിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധമായി ഇപ്പോൾ ഉയർത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ ഇത്തരത്തിലുള്ള ഒരു പാറമട പ്രവർത്തിച്ചതാണ് ഇങ്ങനൊരു അപകടം ഉണ്ടാക്കിയതെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. ഒരു വശത്ത് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം നിലനിൽക്കുന്നു, അതോടൊപ്പം തന്നെ വളരെ ശ്രമകരമായി തന്നെ ഈ രണ്ട് ആളുകളെ പുറത്തെടുക്കുന്നതിനുള്ള, ജീവനോടെ തന്നെ തിരികെ പുറത്തെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസിന്റെയും ഫയർഫോഴ്സ് യൂണിറ്റിന്റെയും അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളും ഇവിടേക്ക് എത്തുന്നുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ ഈ രണ്ടു പേരെയും പുറത്തെടുക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒഡീഷ സ്വദേശിയും ബീഹാർ സ്വദേശിയുമാണ് ഈ ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്റർമാർ. ഒഡീഷ സ്വദേശി അജയ് റായ്, ബീഹാർ സ്വദേശി മഹാദേവ് എന്നിവരാണ് ഇപ്പോൾ ഇതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകളോളമായി, 1.5 മണിക്കൂറിലധികമായി ഈ അപകടം സംഭവിച്ചിട്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു തീവ്രത വർദ്ധിപ്പിക്കുന്ന, ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യവും. എന്തായാലും ഈ രണ്ട് ആളുകളെ കണ്ടെത്തുക എന്നുള്ള ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ കരിങ്കൽ ചീളുകൾ ഈ പ്രദേശത്താകെ വ്യാപിച്ചിട്ടുണ്ട്. മറ്റു ഭാഗങ്ങളിലേക്കും ഇത് പടർന്ന് തെന്നിമാറി കിടപ്പുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടത്താനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഇത് ലൈസൻസ്, മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന പാറമടയാണെന്നുള്ള ഒരു വിമർശനവും പ്രതിഷേധവും ഒരു ഭാഗത്ത് ഉണ്ടാകുന്നു. വളരെ വേഗത്തിൽ ഇവരെ കണ്ടെത്തുക, ജീവനോടുകൂടി തന്നെ ഇവരെ തിരികെ എത്തിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പ്രധാനമായി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതിനുശേഷമാണ് ഇനി ഇത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ക്വാറിയാണോ, ഇതിന് അനുമതി ഉണ്ടായിരുന്നോ, സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ രണ്ടാമതായി നിലനിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളാണ് നടക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ഈ കരിങ്കൽ ചീളുകൾ, വലിയ കരിങ്കൽ ചീളുകൾ തെന്നിമാറി കിടക്കുന്നുമുണ്ട്. രക്ഷാദൗത്യം സങ്കീർണമായി മാറുന്നുമുണ്ട്. കൃഷ്ണരാജ്, മിഥുൻ മുരളി, ഇതിപ്പോൾ പല തട്ടുകളായി പാറ എടുത്തു പോയ ഇടമാണെന്ന്, പാറമടയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതൊക്കെയും ഒരു വിശാലമായ കാഴ്ചയിൽ വലിയ അപകട സാധ്യതയുള്ള ഒരു പ്രദേശവുമാണ്. ഇതിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ സാധ്യമാകുമെന്നാണ്? ഇപ്പോഴും അങ്കലാപ്പിലാണോ, ആശങ്കയിലാണോ രക്ഷാപ്രവർത്തകരടക്കം? അങ്ങനെ തന്നെയാണ് കൃഷ്ണരാജ്. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യവും അത് തന്നെയാണ്. ഏകദേശം 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ രണ്ട് ആളുകളെ കണ്ടെത്താനുള്ള ഏറ്റവും തീവ്രമായ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയുള്ള സൂചനകളൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇത് അപകട മേഖലയാണ്, അപകട ഭീഷണി ഉയർത്തുന്ന ഒരു പ്രദേശമാണെന്ന് അതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. തികച്ചും അപകട ഭീതി ഉയർത്തുന്ന പ്രദേശമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന രീതിയിലാണ് ഈ പാറമടയുടെ ദൃശ്യങ്ങളും മറ്റുമുള്ളത്. അതിന്റെ ആ രീതിയും ആ പ്രതലവും എല്ലാം ഉള്ളത് ഏത് സമയം വേണമെങ്കിലും ഒരു അപകടം ഉണ്ടായേക്കാം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുമാണ്. ഈ പാറമട മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ഒരുപാട് പാറമടകൾ ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് ഉള്ളതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏത് രീതിയിൽ എത്രയും വേഗം തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് നീക്കുക എന്ന് പറയുമ്പോഴും അത് പരമാവധി വേഗത്തിൽ ഈ ജീവൻ തിരികെ പിടിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമായി നിലനിൽക്കുന്നുമുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് സംവിധാനങ്ങളും കൂടുതൽ ഉദ്യോഗസ്ഥരുമടക്കം ഇവിടേക്ക് എത്തുന്നുമുണ്ട്. പോലീസ് സന്നാഹമടക്കം പോലീസും ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരും എല്ലാം കൂടുതലായി ഇവിടേക്ക് എത്തിക്കൊണ്ട് ഈ പാറകൾ നീക്കം ചെയ്തുകൊണ്ട് ഈ മുകളിലേക്ക്, ഈ ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് മറിഞ്ഞു കിടക്കുന്ന പാറകളും ഈ സഞ്ചാരപാതയിലേക്ക്, ഈ അപകടമുണ്ടായിരിക്കുന്ന സഞ്ചാരപാതയിലേക്ക് മറിഞ്ഞു കിടക്കുന്ന, തെറിച്ചു തെന്നിമാറി കിടക്കുന്ന പാറകളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് ഇവിടേക്ക് ഈ ഹിറ്റാച്ചിയുടെ സമീപത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ള ഒരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ സമയം ദീർഘം ഉണ്ടാകുന്നത്, ഒരു ദീർഘിച്ച സമയത്തേക്ക് അത് മാറുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യവും. സമയം തികച്ചും കൂടിപ്പോകുമ്പോഴും അതൊക്കെ ആശങ്ക വർദ്ധിക്കുകയാണ്. മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൂടെയാണ് ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ആ സഞ്ചാരപാതയിലേക്ക്, ഹിറ്റാച്ചി എത്തിച്ചിരിക്കുന്ന, അപകടം നടന്നിരിക്കുന്ന സഞ്ചാരപാതയിലേക്കുള്ള കരിങ്കൽ ചീളുകളെല്ലാം പരമാവധി നീക്കം ചെയ്തുകൊണ്ട് ഹിറ്റാച്ചിക്ക് മുകളിലുള്ള
കരിങ്കൽ ചീളുകളും വലിയ കല്ലുകളാണ്. അതെല്ലാം നീക്കം ചെയ്തുകൊണ്ട് അടിയിൽ കൃത്യമായി തന്നെ പരിശോധന നടത്തി ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ എവിടെയുണ്ട് എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു തീവ്ര ശ്രമം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അത് സമയം കൂടുതലായി പോകുന്നതാണ് ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം ഉള്ളത്. എത്രയും വേഗം തന്നെ ഈ രണ്ട് ആളുകളെയും കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് വേണ്ട മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനോ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത്രയും സമയം വർദ്ധിക്കുന്നത്, കൂടുതൽ സമയം മുന്നോട്ട് പോകുന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ കൂടുതൽ വേഗത്തിൽ ആക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കരിങ്കൽ ചീളുകളെല്ലാം മാറ്റിക്കൊണ്ട് ആ ഹിറ്റാച്ചിക്ക് മുകളിൽ വീണ് കിടക്കുന്ന കരിങ്കൽ ചീളുകൾ മാറ്റിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിനുള്ള തീവ്രമായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സമയബന്ധിതമായിട്ട് ഈ കരിങ്കൽ കഷണങ്ങളുമെല്ലാം നീക്കം ചെയ്തുകൊണ്ട് വേഗത്തിലാക്കാൻ സാധിക്കുകയുള്ളൂ. പരമാവധി രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് എണ്ണത്തിൽ കുറവ് രക്ഷാപ്രവർത്തകർ മാത്രമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും. ഞാൻ മിഥുനിലേക്ക് വരാം. പത്തനംതിട്ട കോന്നി ചെങ്കളം പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറ ഇടിഞ്ഞു വീണു. ഓപ്പറേറ്ററും സഹായിയും ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ജാർഖണ്ഡ് സ്വദേശികളാണ് ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങിയിട്ടുള്ളത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ സങ്കീർണമാണ് രക്ഷാപ്രവർത്തനം എന്നാണ് മനസ്സിലാക്കുന്നത്. മിഥുൻ, ഇപ്പോൾ മറ്റൊരു ഹിറ്റാച്ചി അവിടെ എത്തി